Hey everyone, so welcome to our YouTube channel and welcome to another shopping vlog. Hi Aniki. Hi Anna. Hi Anna. Hi Vara. Hi Vara. Vara. Hi Vara. ഇന്ന് ഞങ്ങൾ പോകുന്നത് തൃപ്പൂണിത്തുറയ്ക്കാണ്. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് കരുതിയിട്ട് ചേച്ചി ഞാനും കൂടെ പ്ലാൻ ഇട്ടിട്ട് ചേട്ടനെ വലിച്ചുകൊണ്ട് പോവുകയാണ് തൃപ്പൂണിത്തുറയ്ക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ കൃഷ്ണ സിൽക്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എനിക്ക് കോഴിക്കോട് തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഒരു സാരി കിട്ടുമെന്ന് നോക്കാം എന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് കയറിയതാണ്. പിന്നെ കുറച്ച് ഡെയിലി വെയർ നോക്കണമായിരുന്നു. അച്ഛയുടെ അമ്മയുടെയും ആനിവേഴ്സറി വരുന്നുണ്ട്, അപ്പോൾ അതിനൊന്ന് ഗിഫ്റ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ കൃഷ്ണയിലാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞാൻ ചൂസ് ചെയ്ത സാരിയും പിന്നെ അച്ഛയ്ക്കും അമ്മയ്ക്കും കൊടുത്ത ഗിഫ്റ്റും ഇതെല്ലാം ഞാൻ വ്ളോഗിൽ കാണിക്കാൻ മറന്നുപോയി. പക്ഷേ എന്തായാലും ആ ഡേയ്സിലൊക്കെ ഞാൻ ഇനിയും വ്ളോഗ് എടുക്കുമെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചു തരാം. അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരമായ സമയമായതുകൊണ്ട് ഒരു കാപ്പി കുടിക്കണം എന്നുള്ള ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കുംഭകോണം ഡിഗ്രി കോഫി ഉണ്ട്. അവിടുത്തെ നല്ല ഫിൽറ്റർ കോഫി കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ പോവാം. അവിടെ നല്ല ബൺമസ്കൊക്കെയാണ് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ അവിടെ പോയി. ഞാനവിടെ ഫസ്റ്റ് ടൈമാണ്. ഇവർ രണ്ടുപേരും ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ബൺമസ്ക് തീർന്നു. പിള്ളേരെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ ഹോട്ട് ബദാം മിൽക്കും മാഗിയും സമൂസയൊക്കെ ഓർഡർ ചെയ്തു. ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞാൽ പോയേ, പക്ഷേ ബദാം മിൽക്ക് കണ്ടപ്പോൾ ഞങ്ങളുടെ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ പ്ലാനൊക്കെ അങ്ങ് മാറി. എന്താണ് ചോദിച്ചത്? കത്തറിയ വരുന്നുട്ടോ കണ്ണിലോടും. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെ ബദാം മിൽക്കും സമൂസയും മാഗിയും എല്ലാം വന്നു. ഞങ്ങളതെല്ലാം കഴിച്ചു. പക്ഷേ ലാസ്റ്റ് ഒരു കോൾഡ് കോഫി കുടിക്കണമെന്നുണ്ടായിരുന്നിട്ട് ഞാൻ ആ കോൾഡ് കോഫിയും കൂടെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. കാരണം അപ്പോഴത്തേക്കും പുറത്ത് മഴ പെയ്തു തുടങ്ങി, പിള്ളേർ വാശിയായി. ഒരു കണക്കിനാണ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി വന്നതിൻ്റെ മെയിൻ ഉദ്ദേശത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇനി ഒരു ട്രിപ്പ് വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്യാം മാക്സിമം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 ഡ്രസ്സ് ഷോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തന്നെ ഇരുമ്പനത്തുള്ള ഒരു മോളിൽ പോയി. ആ മോളുടെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത്. അവിടെ തന്നെ സുഡിയോ, മാക്സ്, സ്റ്റൈൽ യൂണിയൻ എല്ലാം ഒരുമിച്ചുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റേ സ്ഥലത്ത് നോക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ഞങ്ങൾ 3 സ്ഥലത്തും പോയി. ലാസ്റ്റ് ഞങ്ങൾ മാക്സിന്നും സുഡിയോന്നും 1-2 ഡ്രസ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ദെൻ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയുള്ള ചോപ്സ്റ്റിക്സിലേക്ക് വന്നു, എസ് എൻ ജംഗ്ഷനിൽ. അങ്ങനെ അവിടെ ചെന്ന് ജാനിക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഒരുപാട് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അറിയാമല്ലോ, ചോപ്സ്റ്റിക്സിൽ പോയിരുന്ന ആൾക്കാർക്കറിയാം നല്ല ഡിലേ ആണ് അവിടുത്തെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എപ്പോഴും ഫുഡ് നല്ല ക്വാളിറ്റി ആയിരിക്കും. കുഞ്ഞിത് അപ്പോഴത്തേക്കും നല്ല ഉറക്കമായി. ഫുഡ് വരുന്ന നേരം ആയപ്പോഴത്തേക്കും അവനെ എണീക്കുകയും ചെയ്തു. ഞങ്ങളങ്ങനെ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തൊട്ടപ്പുറത്തുള്ള ടേബിളിലുള്ള പിള്ളേർ ജാനിയുടെ അടുത്തൊന്ന് കളിക്കാൻ വന്നു. ജാനി പിന്നെ അവരെ കൈ കാണിച്ച് വിളിക്കലായി കളിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം നേരം വെയിറ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് രാത്രി ഒരു 11 o'clock അടുപ്പിച്ചായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. ഇന്നത്തെ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങളുടെ ട്രിപ്പിൻ്റെ വിശേഷവും എല്ലാം ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത വ്ളോഗായിട്ട് വരാം. അതുവരേക്കും ബൈ.